നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു കാര്യം വ്യക്തമാണ്, അതിന് മനാഫായാലും ജിതിനായാലും അവരുടെയൊക്കെ അർജുൻ സ്നേഹം എത്രമാത്രമുണ്ട്. അത് ഉരച്ചു നോക്കാനുള്ള യന്ത്രങ്ങൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ നാണക്കേടിൻ്റെ കൊടുമുടിയിലാണ് ഇരുവരും. ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ 3,63,000 സബ്സ്ക്രൈബേഴ്സ്. മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം വാർത്താ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് ഈ യൂട്യൂബ് ചാനലിനുണ്ടായിരുന്നത് 12,000 സബ്സ്ക്രൈബേഴ്സ് മാത്രം. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ സംഭവിച്ച ഒരു മഹാത്ഭുതം. ജനങ്ങൾ എത്രത്തോളം മനാഫിനൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. അർജുൻ്റെ കുടുംബത്തിന് തെറ്റുപറ്റി എന്ന് ഉറപ്പിച്ചു പറയാം. അർജുൻ്റെ കുടുംബത്തെ അപമാനിച്ചു, വർഗീയ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ഇപ്പോൾ മനാഫിനെതിരെ കേസ്. അർജുൻ്റെ സഹോദരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ കേസെടുത്തതിൽ സങ്കടമുണ്ട് എന്ന് മനാഫ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും താൻ പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ എന്താണ് പരാതിയെന്നും തനിക്കറിയില്ല. ഈ നിമിഷം വരെ ആ കുടുംബത്തിന് അനുകൂലമായ നിലപാടുകൾ മാത്രമാണ് താൻ കൈക്കൊണ്ടത്. തൻ്റെ യൂട്യൂബ് എല്ലാവർക്കും ലഭ്യമാണല്ലോ, അതിലെന്താണ് അവർക്കെതിരെ പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണമെന്ന് മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. അർജുൻ്റെ സഹോദരി അഞ്ചു നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര വകുപ്പുകൾ ചേർത്താണ് മനാഫിനെതിരെ കേസ്. ജാമ്യമില്ല വകുപ്പ്. കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്തുവെന്നാണ് FIR-ൽ പറയുന്നത്. യൂട്യൂബ് ചാനലിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് അർജുൻ്റെ ഫോട്ടോ വെച്ചു എന്നുള്ളതാണ്. അത് ഞാൻ മാറ്റി. അക്കാര്യം ഇനി പറയേണ്ട ആവശ്യമില്ല. അർജുൻ്റെ വിഷയം ഇത്ര വലിയ നിലയിൽ കൊണ്ടുവന്നതും ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ്. അർജുൻ്റെ കുടുംബം സൈബർ ആക്രമണത്തിനെതിരെ നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തു. ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയതിനും കലാപശ്രമത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഗുരുതര കേസ്. കേസിൽ കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. 1,00,000-ലേറെ വിദ്വേഷ കമന്റുകൾ ഒരു ദിവസം വരുന്നുവെന്ന് മനാഫിന്റെ പേരുൾപ്പെടെ പരാമർശിക്കുന്ന പരാതിയിൽ പറയുന്നു. പരാതി പിന്നീട് മെഡിക്കൽ കോളേജ് SP-ക്ക് കൈമാറി. ഇതുപ്രകാരം ചേവായൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അർജുന്റെ കുടുംബം മനാഫിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയതിനു പിന്നാലെയാണ് ആ കുടുംബത്തിന് നേരെ ശക്തമായ സൈബർ ആക്രമണമുണ്ടായത് എന്ന് പറയുന്നു. ഇത് ഒരു സൈബർ ആക്രമണമല്ല എന്ന് അർജുന്റെ കുടുംബം തിരിച്ചറിയണം. ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമാണ്. സംഭവങ്ങളെ വിലയിരുത്താനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. പൊതുജനം മരപ്പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. നേരത്തെ ഷിരൂരിലെ തിരച്ചിലിനിടയിൽ അർജുൻ്റെ അമ്മയുടെ പരാമർശത്തിന് പിന്നാലെ സൈബർ ആക്രമണം നടന്നിരുന്നു എന്ന് കുടുംബം പറയുന്നു. എന്നാൽ അതിലും വലിയ ആക്രമണമാണ് ഇപ്പോൾ നേരിടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അർജുൻ്റെ കുടുംബത്തിനെതിരെ പ്രചരണം നടത്തിയ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. ചുരുക്കത്തിൽ വിദ്വേഷ കമന്റിട്ടവരെ കൂടി പോലീസ് പ്രതി ചേർക്കാൻ ശ്രമിച്ചാൽ 1,00,000-ലധികം ആളുകൾ വരും. അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വല്ല ട്രെയിനുകളും പിടിക്കേണ്ടി വരും കേരള പോലീസിന്. എല്ലാം തിരിച്ചുകൊള്ളുകയാണ് ഇപ്പോൾ അർജുന്റെ കുടുംബത്തിന്. ഇത്ര നാണം കെട്ട ഒരു മാധ്യമ സമ്മേളനം അവർ നടത്തേണ്ടിയിരുന്നില്ല. അവർ പറഞ്ഞതിൽ പതിരില്ല എന്നു മാത്രമല്ല, മനാഫിനെതിരെയുള്ള വ്യക്തി അധിക്ഷേപമായി മിക്ക വാക്കുകളും. അതാണ് അവർക്ക് തിരിച്ചുകൊണ്ടത്. അർജുൻ്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റ് നടത്തുന്നുവെന്നും അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചരണം നടത്തുന്നു എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചു. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് അർജുൻ്റെ കുടുംബം പറഞ്ഞത്. 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മനാഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. അർജുൻ്റെയും കുടുംബത്തിൻ്റെയും പേര് പറഞ്ഞുള്ള പ്രചരണം നിർത്തണം. അർജുൻ്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് മനാഫ് പറഞ്ഞതെന്ന് കുടുംബം ചോദിച്ചു. രൂക്ഷമായ മാധ്യമ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ മനാഫ് അർജുൻ്റെ കുടുംബത്തിന് മറുപടി കൊടുത്തു. അതും മാന്യമായ വാക്കുകളിൽ, സംസ്കാരം തുളുമ്പുന്ന പ്രതികരണം. അവിടെയാണ് മനാഫ് എന്ന മനുഷ്യൻ വ്യത്യസ്തനായത്. എങ്ങനെയാണ് ഇങ്ങനൊരു മനുഷ്യൻ പ്രതികരിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെ. അർജുന്റെ കുടുംബത്തെ വേട്ടയാടരുത്, സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്നും മനാഫ് ആവശ്യപ്പെട്ടു. സഹോദരൻ മുബിനൊപ്പം കുടുംബസമേതം നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് മനാഫ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. മനാഫിൻ്റേതല്ല ലോറി, മുബീൻ്റേതായിരുന്നു. തുടക്കം മുതൽ മുബീനായിരുന്നു ഷിരൂരിലുണ്ടായിരുന്നത്. 17 ദിവസങ്ങൾ കഴിഞ്ഞാണ് മനാഫ് വന്നതെന്നൊക്കെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇക്കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായി മുബീൻ പറയുന്നു, തൻ്റെ പേരിലാണ് ലോറിയുടെ RC ബുക്ക്, പക്ഷേ ലോറിയുടെ ഉടമകൾ ഞാനും മനാഫുമാണ്. അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുവിധ PR പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന് മനാഫ് വിശദീകരിച്ചു. വൈകാരികമായ മുതലെടുപ്പ് നടത്തിയിട്ടില്ല.
യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനാണ്. അർജുൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല. എന്തന്വേഷണം വേണമെങ്കിലും നടത്താം. താൻ പണപ്പിരിവ് നടത്തിയിട്ടില്ല അഥവാ പണപ്പിരിവ് നടത്തി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ മനാഞ്ചിറ മൈതാനത്ത് താൻ നിൽക്കാം. തന്നെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് മനാഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോപണം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇനി അർജുൻ്റെ സഹോദരി ഭർത്താവിനാണ് എന്ന് സമൂഹം പറയുന്നു. രാജ്യം കണ്ട ചരിത്രപരമായ ദൗത്യത്തെ ചെളിവാരിയെറിഞ്ഞ് അതിൻ്റെ മഹത്വം ഇല്ലാതാക്കരുതെന്ന് മനാഫ് പറഞ്ഞു. വാഹനത്തിന്റെ RC ഉടമ മുബീനാണ്. എന്നാൽ ഉടമസ്ഥത ഞങ്ങൾക്ക് 2 പേർക്കും. 5 നൽകിയ പരാതി കോഴിക്കോട് പോലീസ് കമ്മീഷണർ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ M ഉമേഷിന് കൈമാറി. ശക്തമായ FIR ആണിപ്പോൾ ഇട്ടിരിക്കുന്നത്. ചേവായൂർ ഇൻസ്പെക്ടർ സജീവാണ് കേസെടുത്തിരിക്കുന്നത്. ചില യൂട്യൂബ് ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ വന്ന പല സന്ദേശങ്ങളും കുറ്റകരമായവയാണ് എന്ന് പോലീസ് കണ്ടെത്തി. യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിക്കുന്നു അർജുന് 75,000 രൂപ വരെ സാലറി കിട്ടിയെന്ന്. എന്നാൽ ഈ സാലറി കണക്കും ശരിയാണ് എന്ന് മനാഫ് പറയുന്നു. ചില മാസങ്ങളിൽ ഇൻസെൻറ്റീവ് ഒക്കെ ചേർത്ത് 75,000 രൂപയോളം അർജുന് കൊടുത്തിട്ടുണ്ട്. ഇത്രയധികം സാലറി ഉണ്ടായിരുന്നു എന്ന് താൻ പറഞ്ഞത് അവർക്ക് ഇൻഷുറൻസ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാണ്. ശമ്പളവും പ്രായവും പരിഗണിച്ചാണ് ഇൻഷുറൻസ് തുക ലഭിക്കുന്നത്. അത് ലഭിക്കാനാണ് അർജുൻ വാങ്ങിയ തുകയുടെ യഥാർത്ഥ കണക്കുകൾ താൻ പറഞ്ഞത്. അതും ഇപ്പോൾ വിനയായോ എന്ന് മനാഫ് ചോദിക്കുന്നു. മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപണമുയർത്തിയത്. മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ജിതിൻ പറഞ്ഞു. ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നുവരെ പറഞ്ഞു വച്ചു. മനാഫിന് പണം നൽകരുത് എന്നും അത് തങ്ങൾ സ്വീകരിക്കില്ല എന്നും കുടുംബം പറഞ്ഞു. തങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, അത്ര ദാരിദ്ര്യാവസ്ഥയൊന്നും തങ്ങൾക്കില്ല. എന്നാൽ അർജുൻ്റെ കുടുംബം എന്തിനാണ് ഇങ്ങനെ പൊതുസമൂഹത്തെ കൂടി ആക്ഷേപിക്കുന്നത്? അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി നൽകണമെന്ന് കേരള സമൂഹം ഒറ്റക്കെട്ടായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആവശ്യമുന്നയിച്ചത്. അർജുൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും വൈകാരികമായി തോന്നിയെങ്കിൽ മാപ്പ് നൽകണമെന്ന് മനാഫ് പറഞ്ഞു. ആ മാപ്പ് തേടൽ തന്നെയാണ് ഇത്രയധികം കയ്യടികൾ മനാഫിന് ലഭിക്കാനുള്ള കാരണം. ഇപ്പോഴിതാ നിരവധി സ്വീകരണങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ മനാഫിനായി ഒരുക്കിയിരിക്കുന്നത്. താൻ എന്ത് സംഭവിച്ചാലും അർജുൻ്റെ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് മനാഫ് പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുവിധ PR വർക്കിനും താനില്ല. പണപ്പിരിവ് നടത്താൻ മാത്രം സാമ്പത്തിക പ്രയാസമുള്ള ആളല്ല താൻ. ഒരു പരിപാടിക്ക് തന്നെ മുക്കത്തേക്ക് ക്ഷണിച്ചിരുന്നു. പണം നൽകാമെന്ന് സംഘാടകർ പറഞ്ഞു. പക്ഷേ പണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിക്കുകയും തുടർന്ന് അർജുൻ്റെ മകന് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി അർജുൻ്റെ മകൻ്റെ നമ്പർ ചോദിച്ചിരുന്നു. ഇതാണ് പണപ്പിരിവായി അവർ പറയുന്നത്. എന്നാൽ കുടുംബം പണം ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ തുക വാങ്ങിയില്ല. അർജുൻ്റെ കുടുംബത്തിന് അതിൽ വേദനയുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ്. താൻ നാടകം കളിച്ചുവെന്ന ആക്ഷേപം മനാഫിനെ വളരെ വേദനിപ്പിച്ചുവെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വൈകാരികമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. അത് ചിലർക്ക് നാടകമായി തോന്നിയിട്ടുണ്ടാകാം. ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം അർജുൻ്റെ കുടുംബത്തെ അറിയിച്ചിരുന്നതാണ്. കമ്മിറ്റിയുടെ വാട്സാപ്പിൽ അർജുൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവർ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവായി. അർജുൻ്റെ കുടുംബത്തിന് നേർക്കുള്ള സാമൂഹ്യ മാധ്യമ ആക്ഷേപം ഉടൻ അവസാനിപ്പിക്കണമെന്ന് മനാഫ് പറയുന്നു. കുടുംബത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് മനാഫ് കയറി വരുന്നത്. ഇതൊക്കെ അർജുൻ്റെ കുടുംബം കൂടി ഒന്ന് കാണണം. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ പ്രതികരിക്കാമായിരുന്നല്ലോ. നന്ദി പ്രതീക്ഷിച്ചല്ല താൻ ഒന്നും ചെയ്തത് എന്ന് മനാഫ് വിശദീകരിക്കുന്നു. അപമാനിതനായാലും ആരോടും ശത്രുതയില്ല. കോഴിക്കോട് മുക്കം സ്കൂളിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മനാഫ്. ഇവിടെയാണ് നമ്മൾ സഹായിച്ച് അഴിക്കുള്ളിലാകാൻ പോകുന്ന മനാഫിനെ കാണാൻ. മനാഫിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗുരുതര കുറ്റങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളിൽ അർജുൻ്റെ കുടുംബത്തെ വിമർശിച്ചവർക്കെതിരെയും കേസുകൾ വരാം. എന്തായാലും 1 ലക്ഷത്തിലധികം വിദ്വേഷ കമൻറ്റുകളൊക്കെ കണ്ടെത്തി അർജുൻ്റെ കുടുംബത്തെ അഭിനന്ദിക്കണമല്ലോ. സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്ര കൃത്യമായി അവർ പരിശോധിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മനാഫിനെതിരെ നിരവധി ആരോപണങ്ങൾ അർജുൻ്റെ കുടുംബം ഉയർത്തുമ്പോഴും എന്താണ് അയാൾ ചെയ്ത യഥാർത്ഥ തെറ്റ്? ഇതാണ് മലയാളികൾ ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ സംവിധായകൻ അഖിൽ മാരാറും ഈ ചോദ്യം ഉയർത്തിയിരുന്നു. മനാഫിന് ലഭിച്ച പ്രശസ്തി അയാൾ അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല. അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് അഖിൽ മാരാർ പറയുന്നു. ശരിയും തെറ്റുമൊക്കെ ചർച്ച ചെയ്യാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല. മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യനുള്ള നാട്ടിൽ 72 ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല. കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകും എന്ന ചിന്തയിലല്ല. ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ്.
മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല, അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹം. എങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക എന്നാണ് അഖിൽ മാരാർ അർജുൻ്റെ കുടുംബത്തോട് പറഞ്ഞത്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും അർജുനെ വിറ്റ് കാശാക്കി എന്നതിൽ സംശയമില്ല. കാരണം യൂട്യൂബ് ചാനലുകളുടെയൊക്കെ ഇക്കാലത്തെ മുഖ്യ വരുമാനം അർജുൻ തന്നെയായിരുന്നു. മനാഫിനെതിരെ നിരവധി പേർ പോസ്റ്റുകൾ ഇടുന്നു. പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാരും പറയുന്നില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അർജുൻ്റെ കുടുംബം ഉയർത്തിയ ആരോപണങ്ങൾ ചെറുതല്ല, പക്ഷേ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആ കുടുംബത്തിനുമുണ്ട്. അർജുൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്തും എന്ന് പറഞ്ഞ മനാഫിനെതിരെ ഇത്ര വില കുറഞ്ഞ രീതിയിൽ ആരോപണമുന്നയിച്ച അർജുൻ്റെ കുടുംബത്തെ നമുക്ക് തള്ളി പറയേണ്ടി വരും. മനാഫ് ഒരുപക്ഷെ ഒരു സ്വയം പൊങ്ങി ഗ്രാമീണ മനുഷ്യൻ മാത്രമാകും. പ്രശസ്തി അയാളെ പൊതിഞ്ഞപ്പോൾ അയാൾക്ക് പോലും തോന്നിക്കാണും താൻ മറ്റാരോ ആണെന്ന്. എന്നാൽ മനാഫിൻ്റെ വാക്കുകളിൽ ഇപ്പോഴും വിനയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വാക്കുകളിൽ സംസ്കാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഗ്രാമീണതയുടെ ഒരു ചെറു വെളിച്ചമെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. മനാഫ് ഒരുപക്ഷെ ഒരു സ്വയം പൊങ്ങി നാടൻ ഗ്രാമീണ മനുഷ്യൻ മാത്രമാകാം. അയാൾക്ക് അപ്രതീക്ഷിതമായി വന്ന പ്രശസ്തിയിൽ അയാൾ അഭിരമിച്ചിരിക്കാം. എങ്കിലും അയാൾ കാട്ടിയ സംസ്കാരമുണ്ടല്ലോ, അതിനെ നമ്മൾ അഭിനന്ദിക്കണം. അയാളുടെ വിനയം, അതിനെയും നമ്മൾ ബഹുമാനിക്കണം. ജിതിനും മനാഫിനുമിടയിലുള്ള യഥാർത്ഥ പ്രശ്നമെന്ത്? മനാഫിന് പ്രശസ്തി കിട്ടിയപ്പോൾ ജിതിനത് ലഭിച്ചില്ല എന്നതാണോ? 10 കോടിയോളം രൂപ ചെലവാക്കി കർണാടക സർക്കാർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് മനാഫിന്റെ തിണ്ണമിടക്ക് കൊണ്ടല്ല. പക്ഷേ മനാഫ് ഉയർത്തിവിട്ട വികാരവും അതിനൊരു കാരണമായി. ആ വികാരത്തിൽ നിന്ന് മനാഫ് പകർത്തിയ തീ പടർത്തിക്കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അത് വലിയ വാർത്തയായി കൊണ്ടു നടന്നതും. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ വിവിധ പ്രകൃതി ദുരന്തങ്ങളിൽ എത്രയധികം ആളുകൾ മരിച്ചു? 3000-ൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന ഔദ്യോഗിക കണക്ക്. ഇവരിൽ ഒരാളുടെ കുടുംബത്തിന് പോലും സർക്കാർ ഒരു ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിൽ പോലും ജോലി നൽകിയിട്ടില്ല എന്നോർക്കണം. അത്തരമൊരു ജോലി അർജുൻ്റെ കുടുംബത്തിന്, അർജുൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരംശമെങ്കിലും മനാഫിന് കൂടി കൊടുക്കുക. മനാഫ് ചെയ്തത് തെറ്റോ ശരിയോ അതൊക്കെ കാലം വിലയിരുത്തട്ടെ. പക്ഷേ അർജുൻ്റെ കുടുംബം അവിവേകം കാട്ടി എന്ന് നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.